ഉറപ്പായും വിജയകുമാർ, അപ്പോൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ രാവിലെ ഇന്ന് ഗംഗാവാലി പുഴയിൽ കണ്ട ദൃശ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഇതുമായി ചേർത്ത് വായിക്കുമ്പോൾ ശരിയാണ്. ഞാൻ പറഞ്ഞിരുന്നു, രാവിലെ നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു മെറ്റൽ ഡിറ്റക്ടർ പരിശോധന നടന്നിരുന്നു. അതിനുശേഷം ചെറിയ JCBകൾ പരിശോധന രാവിലെ മുതൽ തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണ് നമ്മളത് ലൈവിൽ പറയുകയും ചെയ്തിരുന്നതാണ് വിജയകുമാർ. അത് മാത്രമല്ല, നമ്മൾ ഇന്ന് രാവിലെ എടുത്ത ആകാശ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പോലീസ് അവിടെ ഡ്രോൺ പറത്താൻ അത്ര അനുവാദമില്ലായിരുന്നെങ്കിൽ കൂടി നമ്മളെടുത്ത ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് ഇന്ന് രാവിലെ നടത്തിയ മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയുടെ ദൃശ്യങ്ങൾ അതിൽ വ്യക്തമാണ്. അപ്പോൾ ഉറപ്പായും ഇന്നലെ കിട്ടിയ ഈ 2 സിഗ്നൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ന് രാവിലെ പരിശോധന തുടങ്ങി എന്ന് വേണം വളരെ കൃത്യമായി കരുതാൻ. അതിനുശേഷം ഈ പറയുന്ന ബൂം എക്സ്കവേറ്റർ കൂടി വരുമ്പോൾ അതിനാക്കം കൂട്ടി എന്നതേ ഉള്ളൂ. ഇപ്പോഴവിടെ ഒരു ട്രക്കിന്റെ ആകൃതിയിൽ അതേ നീളത്തിൽ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ സോണാർ സൈഡ് സ്കാൻ സോണാർ നൽകുന്ന ദൃശ്യങ്ങൾ പ്രകാരം അല്ലെങ്കിൽ ആ സിഗ്നൽ അതിനനുസൃതമായി എത്ര ആഴത്തിലാണ് എന്ന കാര്യമടക്കം കൃത്യമായി അറിയാം. അപ്പോൾ ആ ശാസ്ത്രീയമായ ആ വിവരങ്ങൾ കൂടി എടുത്തുകൊണ്ട് ഏതാണ്ട് അതേ നീളത്തിൽ ഏതാണ്ട് അതേ വീതിയിലുള്ള ഒരു തിരച്ചിൽ, ഒരു മണ്ണുമാറ്റൽ ഇപ്പോൾ നടക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ അല്പസമയത്തിനകം അറിയാം. എത്ര ആഴത്തിലാണ് ഈ മണ്ണുള്ളത്, ഈ ലോറി ആണെങ്കിൽ ആ ലോറി ഉള്ളത് എന്ന കാര്യമൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. വിജയകുമാർ, നമ്മൾ ആദ്യം മുതൽ തന്നെ ഈ മലയാളി രക്ഷാദൗത്യ സംഘമൊക്കെ പറയുന്ന കാര്യമായിരുന്നു അത്. ഇതിനോട് ചേർന്ന് ഈ ലക്ഷ്മണന്റെ കടയോട് ചേർന്ന് തൊട്ടു താഴെ ഒരു പാടമായിരുന്നു. ആ പാടത്തിന് മുകളിൽ ഒരു 10 അടി ഉയരത്തിലേക്ക് മണ്ണ് കൊണ്ട് കിടക്കുകയാണ്. അവിടെ പരിശോധിക്കണം എന്ന് ആദ്യം മുതൽ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു. ഈ കരപരിശോധന പൂർത്തിയായി, ഈ 92% പരിശോധന പൂർത്തിയെന്ന് പറയുമ്പോൾ പോലും ആ മേഖല കൂടി പരിശോധിക്കണമെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവരുടെ ആ ആവശ്യം കൂടി ശരിവെക്കുന്നതാണ് ഈ സൈഡ് സ്കാൻ സോണാർ നൽകുന്ന ഈ സൂചനകൾ. അതിൻ പ്രകാരമുള്ള ഇപ്പോൾ നടക്കുന്ന അവിടെ പരിശോധനകൾ. ജില്ലാ കളക്ടർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. കാർവാർ SP ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇവിടുത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത ഭരണ നേതൃത്വങ്ങളൊക്കെ ഇതിനകത്തേക്ക് വീണ്ടും പോവുകയാണ്. കാർവാർ SP നേരത്തെ ഒരു ഘട്ടത്തിൽ മനാഫുമായ ഒരു ഉന്തും തള്ളും ഉണ്ടാവുകയും അന്ന് കുറച്ച് പ്രശ്നമുണ്ടായതിനു ശേഷം ഇങ്ങോട്ടേക്ക് കാർവാർ SP അത്ര വരവുണ്ടായത് നമ്മൾ ഇവിടെ നിൽക്കലാണല്ലോ വിജയകുമാർ ഈ ദിവസങ്ങളൊക്കെ. കാർവാർ SP P നാരായണ, ഷഫീദ്, അരുൺ, നിങ്ങൾ 3 പേരും അവിടെ തുടരുക. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സൈഡ് സ്കാൻ സോണാർ ഓപ്പറേഷൻസ് ബൈ ഇന്ത്യൻ നേവി എന്ന് അവർ അറിയിച്ചിരിക്കുന്ന ആ സിഗ്നൽ കണ്ടെത്തിയ പ്രദേശം. അതാണ് അതിൻ്റെ ഭാഗം. അത് അവിടെ ഇപ്പോൾ തെരച്ചിൽ നടത്തിയ ആ എക്സാക്ട് ലൊക്കേഷനാണ് സ്ക്രീനിൽ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അവിടെയാണ് ഈ സിഗ്നൽ ലഭിച്ച അതിൻ്റെ കോർ ഏരിയ എന്ന് പറയുന്നത് ആ ഭാഗമാണ്. അത് രണ്ടുമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. യഥാർത്ഥത്തിൽ അർജുൻ ഓടിച്ചിരുന്ന വാഹനം, ആ ട്രക്ക് കുടുങ്ങിയെന്ന് ഏറെക്കുറെ നേവി ഉറപ്പിക്കുന്ന, അല്ലെങ്കിൽ നേവിക്ക് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുന്ന തെളിവുകൾ ലഭിച്ച ആ സ്ഥലമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സോണാർ സിഗ്നൽ ലഭിച്ച സ്ഥലം, അത് നേവി പുറത്തുവിട്ട സ്ഥലമാണ് നമ്മൾ കാണുന്നത്. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പുഴയോട്, ഗംഗാവാലി പുഴയോട് ചേർന്ന് നിൽക്കുന്ന ആ മൺതിട്ടയുടെ ആ മാർക്ക് ചെയ്ത ഭാഗത്താണ് അർജുൻ ഓടിച്ചിരുന്ന ആ ട്രക്ക് കുടുങ്ങി എന്ന് സംശയിക്കുന്നത്. അവിടെ നിന്നാണ് വളരെ പ്രധാനപ്പെട്ട സൂചനകൾ, സിഗ്നലുകൾ ഈ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ഭാഗമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഏതാണ്ട് ഒരു ഉച്ചയ്ക്ക് മുമ്പ് 2-2.5 മണിക്കൂറുകൾ തുടർച്ചയായി അവിടെ നടത്തിയ തെരച്ചിൽ, അതിൽ നിന്ന് ചില സൂചനകൾ വീണ്ടും ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഉറപ്പുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഈ മോസ്റ്റ് പ്രോബബിൾ എന്ന പോയിന്റിലേക്ക് നാവികസേന എത്തുകയും അത് മാർക്ക് ചെയ്ത് ഔദ്യോഗികമായി പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത്. ആ ലൊക്കേഷൻ ഏതാണ്ട് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ ലൊക്കേഷനിലെ സിഗ്നൽ ഏതാണ്ട് ഒരു വാഹനത്തിന് സമാനമായി വളരെ ദൈർഘ്യമുള്ള, ഒരു പ്രൊഫൈലുള്ള, വളരെ ആഴത്തിലുള്ള സിഗ്നൽ തന്നെയാണ് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ സിഗ്നൽ ലഭിച്ച ഭാഗമാണിപ്പോൾ സ്ക്രീനിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് തെരച്ചിൽ തുടരുന്നത്. ഗംഗാവാലി പുഴയോട് ചേർന്നുള്ള ആ സൈഡിൽ, റിവർ സൈഡിൽ തന്നെ ആ വാഹനമുണ്ട് എന്നത് ഏതാണ്ട് ഉറപ്പിച്ച് ഇപ്പോൾ സേനാ വിഭാഗങ്ങൾ പറയുന്നുണ്ട്.